നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരവും ലയണൽ മെസ്സിക്കാണല്ലോ ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ജേർണലിസ്റ്റും അതുപോലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാച്ചും ഒക്കെ ആർക്കാണ് ഫിഫ ബെസ്റ്റിൽ വോട്ട് രേഖപ്പെടുത്തിയത്? 3 വോട്ടുകൾ ഉണ്ടാവും. ഫസ്റ്റ് വോട്ടിന് 5 പോയിന്റ്, രണ്ടാമത്തെ വോട്ടിന് 3 പോയിന്റ്, മൂന്നാമത്തെ വോട്ടിന് 1 പോയിന്റ് എന്ന രൂപത്തിലാണല്ലോ ഇതിൻ്റെ സ്കോറിംഗ് കണക്കാക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ വോട്ടുകൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണ്. ആദ്യം ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വോട്ടുകൾ ആർക്കൊക്കെയാണ് നൽകിയത്? അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട്, അതായത് 5 പോയിന്റിൻ്റെ ആദ്യ വോട്ട്, ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് എർലിംഗ് ഹാലൻഡിനാണ്. രണ്ടാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് റോഡ്രിക്കാണ്. മൂന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് വിക്ടർ ഒസിംഹനാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പം അതാണ് നമ്മുടെ നായകൻ്റെ ഒരു വോട്ടിംഗ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കോച്ച് ഇഗോർ സ്റ്റിമാച്ച് ആർക്കൊക്കെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യ വോട്ട് കൊടുത്തിരിക്കുന്നത് റോഡ്രിക്കാണ്. അദ്ദേഹത്തിൻ്റെ 5 പോയിന്റിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുക്കുന്നത് റോഡ്രിക്കാണ്. രണ്ടാമത്തെ വോട്ട് അദ്ദേഹം കൊടുക്കുന്നത് അർജന്റീൻ താരം ഹൂലിയൻ ആൽവരസിനാണ്. മൂന്നാമത്തെ വോട്ട് കെവിൻ ഡി ബ്രൂയിനയ്ക്ക്. അങ്ങനെയാണ് ഇന്ത്യയുടെ കോച്ചിൻ്റെ വോട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മീഡിയയുടെ ഭാഗത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദിമൻ സർക്കാരാണ്. ദിമൻ സർക്കാരിൻ്റെ വോട്ടുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് എർലിംഗ് ഹാലൻഡിനാണ് അദ്ദേഹം കൊടുത്തത്. രണ്ടാമത്തെ വോട്ട് കെവിൻ ഡി ബ്രൂയിനയ്ക്ക്, മൂന്നാമത്തെ വോട്ട് വിക്ടർ ഒസിംഹന്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് വിന്നറായിട്ടുള്ള ലിയോ മെസ്സിക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു വോട്ടും ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.